പലണ്ട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ MP ആയിട്ട് ഡൽഹിയിൽ പോയപ്പോ ഈ മാന്നാർ മത്തായി എന്ന് പറയുന്ന സിനിമകൾ, കാരണം പ്രിയൻ സാർ അവിടെ പോയിട്ട് ഇവിടെയുള്ള ഒരുപാട് സിനിമകൾ അവിടെ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റീമേക്കിന് മുമ്പ് അവിടെയുള്ള ഹിന്ദി നടന്മാർ ഇതിട്ട് കണ്ടിട്ടുണ്ട് പലതും. അപ്പൊ പലതും പറയാം. അപ്പം ഈ മാന്നാർ മത്തായിയോ മറ്റേ അവിടെ അക്ഷയ് കുമാറും സംഘമൊക്കെ റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ പരേഷ് ട്രാവൽ എന്ന് പറയുന്നത് പരേഷ് ട്രാവലാണ് ഇന്നസെന്റ് ഏട്ടൻ ചെയ്യുന്ന റോള് ചെയ്തേക്കുന്നത്. അപ്പൊ പരേഷ് ട്രാവലും വേറെ എവിടുന്നോ ജയിച്ച് MP ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നു കഴിയുമ്പോ ഈ പരേഷ് ട്രാവലിന് വലിയ ബഹുമാനമാണ് ഇന്നസെന്റ് ഏട്ടനെ കാണുമ്പോൾ. കാരണം പരേഷ് ട്രാവൽ ആ വേഷം ഒരു പ്രത്യേക രീതിയിൽ കെട്ടി ഒരു കണ്ണടയൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. ഇന്നസെന്റ് ഏട്ടൻ കളിച്ചേക്കുന്ന കളി കണ്ടിട്ട് പറയും അവിടെ പോകുമ്പോ ആകെ അയാള് വരും. അയാള് വന്നാലും ഈ മാന്നാർ മത്തായിയുടെ ഇതിന്റെയൊക്കെ കാര്യങ്ങളാണ് അവിടെ പാർലമെന്റിൽ എത്തുമ്പോൾ പോലും ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന. അതാണ് ഇന്നസെന്റിന്റെ ഒരുപാട് ഭാഗ്യമുള്ള മനുഷ്യനാണ്. കാരണം നമ്മളിപ്പോ ഇന്നസെന്റിന്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം സഞ്ചരിക്കാത്ത രാജ്യങ്ങളില്ല. അവിടെയൊക്കെ പോയിട്ടും ഈ മലയാളം പറഞ്ഞ് അദ്ദേഹം ചിരിപ്പിച്ചു എല്ലാവരെയും. വേറെ ഒരു ലാംഗ്വേജിലല്ല, മലയാളം പറഞ്ഞ് തന്നെ അദ്ദേഹം ചിരിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ പോയി മലയാളത്തിൽ സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ കഴിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ള രീതി നമുക്കൊരു മാർഗദർശിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഡേവിഡ് ഈ സിനിമകളിൽ എല്ലാത്തിനും ഇന്നസെന്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞു പല സിനിമകളും ഒരു സമയത്ത് ഷൂട്ടിംഗ് ഒരു ഇന്നസെന്റിന്റെ ഒരു തിരക്കിന്റെ കണക്ക് വെച്ചിട്ട് എളുപ്പമല്ല എല്ലാ സിനിമകളിലും ഉൾക്കൊള്ളിക്കാൻ വെച്ചു. ഒന്നെങ്കിൽ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനത്തെ ഫ്രിക്ഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇന്നസെന്റിന്റെ ഒരു പറ്റായ്മ ഡേവിഡിന്റെ പടത്തിലേക്ക് എത്താൻ? ഇല്ല ഡേവിഡ് പടം എടുക്കുള്ളൂ കാര്യം. അപ്പൊ അത് അവര് തമ്മിലൊരു കോംബോ അങ്ങനെയായിരുന്നു. അല്ല, അങ്ങനെ ടീമായിരുന്നില്ലോ. അതേ കാലത്ത് ഇന്നസെന്റ് വന്ന് പിന്നെ നെടുമുടി ഇവിടെ പറയുമ്പോൾ അങ്ങനെ ഒരു ടീമായിട്ട് വന്നു. പിന്നെ ഭരത് ഗോപി ഞങ്ങളന്ന്. അപ്പോൾ ആ സെറ്റപ്പിൽ മോഹൻ ഡയറക്റ്റ് ചെയ്യുന്നു, ഭരതൻ ഡയറക്റ്റ് ചെയ്യുന്നു, KGO ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഒരു പറഞ്ഞ പേരില്ലേ, മോഹൻ സാറ്, ഭരതൻ സാറ്, KG ജോർജ്, ഒരു പരിധിവരെ ഗോപി ഏട്ടൻ, ഈ വേണുചേട്ടൻ, രവീന്ദ്രൻ, ഇവരെല്ലാം നമ്മളിപ്പം ഒരു കൊലയിലുള്ള ആൾക്കാരാ. ചില തനത് മറ്റേ കല, കൊട്ട്, പാട്ട്, മേളം, സാഹിത്യം എന്നൊക്കെ പറയുന്ന ഒരു മേഖലയിലുള്ള ഈ കൂട്ടത്തിൽ ഫലത്തിൽ ചേരാൻ പറ്റാത്ത ഒരാളായിട്ട് നമുക്ക് ഇന്നസെന്റ് ഏട്ടനെ തോന്നാറുണ്ട്. അതാണ് പറഞ്ഞാണ് ആ ഇന്നസെന്റ് ഏട്ടൻ നമ്മൾ കാണുന്ന രീതിയില്ലാത്തൊരു ബന്ധങ്ങൾ വേറെയുണ്ട്. നമ്മൾ സ്ഥിരം ഇന്നസെന്റിനെ പറയാത്ത ബന്ധങ്ങൾ, അതൊക്കെ ഈ വലിയ തലത്തിലുള്ള എഴുത്തുകാരായിട്ട് ഇന്നസെന്റിന് നല്ല ബന്ധങ്ങളാണ്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇന്നസെന്റ്, അത് അദ്ദേഹത്തിന്റെ ഒരു ആ ശൈലിയും പ്രസന്റേഷനാണ് അദ്ദേഹത്തിന്റെ. ഈ ഒരു കാര്യം എപ്പോഴെങ്കിലും നോട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു വിദ്യ എന്താണെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? അതോ നമ്മൾ കാണാത്ത രീതിയിലൊരു വായനയും ഒരു ഭൗതിക തലത്തിലും ഇന്നസെന്റ് ഏട്ടനുണ്ടോ? അല്ലല്ല, ഇന്നസെന്റ് സംസാരിക്കുമ്പോൾ നമുക്ക് ആരുടെ കൂടെയും പരിചയപ്പെടാനും അടുപ്പം വയ്ക്കാനും കഴിവ് പുള്ളിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കൂടാൻ കാരണം. എന്തെങ്കിലും എന്തെങ്കിലും നമ്മളെ ഉപദേശിക്കാനും അങ്ങോട്ട് പറയാനൊക്കെ പുള്ളി. അതിൻ്റെ ഒരു കഥയുണ്ട്. പണ്ട് ശശി തരൂരായിട്ട്, അത് പബ്ലിഷ് ചെയ്ത കഥയാണ്, പറഞ്ഞ കഥ. ശശി തരൂരായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് കണ്ട് ഇന്നസെന്റിന്റെ പുസ്തകത്തിന്റെ പ്രകാശനമോ അത് അതർ ലാംഗ്വേജിലേക്ക് എന്തോ അത് ചടങ്ങാണ്. അപ്പോൾ ആ ചടങ്ങിന് പോകുമ്പോൾ ഈ പുസ്തകത്തിനെ പറ്റി ഇന്നസെന്റിന് ഒന്നും അറിയില്ല. വേഗം സത്യേട്ടനെ വിളിച്ച് അങ്ങനെ ഈ പുസ്തകത്തെ കുറിച്ച് മനസ്സിലാക്കി. അവസാനം പ്രസംഗിച്ച് ഇന്നസെന്റേട്ടൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഈ പുസ്തകത്തിനെ പറ്റി പറഞ്ഞു. ശശി തരൂര് എനിക്ക് ഭയങ്കര ബഹുമാനത്തോട് കയ്യൊക്കെ കൊടുത്തുനിന്ന്. ഇന്നസെന്റ് പുസ്തകം പോലും വായിച്ചില്ല. പക്ഷെ അതാണ് ഇന്നസെന്റ് എന്നുള്ള ഒരു കഴിവ്. നമ്മളിപ്പോൾ അമ്മയുടെ തന്നെ മീറ്റിങ്ങുകൾക്കോ അല്ലെങ്കിൽ ഒരു പത്രസമ്മേളനത്തിന് ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുത്താൽ മതി ഇന്നസെന്റിന്. അല്ലെങ്കിൽ ഒന്ന് കുറച്ചിങ്ങനെ കള്ളാസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ പൊലിപ്പിച്ചോളൂ, നമ്മൾ ധൈര്യമായിട്ടിരിക്കാം. അതാണ് ഞാൻ പറഞ്ഞില്ല, ഒരു ത്രെഡ് കിട്ടിയാൽ മതി ഇന്നസെന്റ്.